1 രൂപയ്ക്ക് ഒരു കടി കിട്ടും. പഹയ നിങ്ങൾക്ക് മൂലാവോ? അതൊന്നുമില്ല, നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കുന്നു, ഞാൻ തന്നെ കൊടുക്കുന്നു. അധിക ലാഭം നമ്മൾ എടുക്കുന്നില്ല. പറഞ്ഞാൽ വിശ്വസിക്കുമോ? വലിയ സുഖിയനാണ് ചേട്ടാ. എനിക്ക് 2000 പോലും കടയുള്ള 1 രൂപയ്ക്ക് ഒരു കടി. ഈ മനുഷ്യനെ സമ്മതിച്ചേ മതിയാവൂ. ഗ്യാസ് സിലിണ്ടർ പോലും കിട്ടാത്ത സാഹചര്യത്തിൽ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാം 1 രൂപയ്ക്ക്. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് ചമ്പക്കുളത്താണ് കേട്ടോ. ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട് ചമ്പക്കുളം. ഇവിടെ 1 രൂപയ്ക്ക് ഒരു ബജ്ജി കൊടുക്കുന്ന ഒരു കടയാണ് നിങ്ങൾ കാണുന്നത്. ഈ ഗ്യാസിനൊക്കെ വില കൂടി വരുന്ന സാഹചര്യമാണ്. അപ്പോഴും ഇവിടെ 1 രൂപയ്ക്ക് ഒരു കടി, 5 രൂപയ്ക്ക് ഒരു പരിപ്പുവട, 5 രൂപയ്ക്ക് ഒരു ബോണ്ട, ഉഴുന്നുവട. ഈ അലമാരയിലിരിക്കുന്ന സാധനങ്ങൾ പരിപ്പുവട, ഉഴുന്നുവട, ഈ കാര്യങ്ങളൊക്കെ 5 രൂപയുള്ളൂ. അതുപോലെ തന്നെ ഇത് മുളക് വടയാണ് അല്ലേ? മുളക് വടയ്ക്ക് 1 രൂപ. സുഖീന് എത്ര രൂപയാ? 5 രൂപ. 5 രൂപയുള്ള 1 രൂപയ്ക്ക് ഒരു കടി കിട്ടും. 1 രൂപയ്ക്ക് ഒരു ബജി, മുളക് ബജി. 1 രൂപയ്ക്ക് ഒരു മുളക് ബജി തരും. പരിപ്പുവടയ്ക്ക് എത്ര രൂപ? 5 രൂപ. പരിപ്പുവടയ്ക്ക് 5 രൂപ. പിന്നെ ഉള്ളിവടയ്ക്ക് 5 രൂപ. ബാക്കി എല്ലാത്തിനും 5 രൂപ. ഉഴുന്നുവട 5 രൂപ, ബോണ്ട 5 രൂപ. ഇവിടെ എന്ത് ചെയ്താലും 5 രൂപ. ഏത്തയ്ക്കാൻ പോകുമ്പോൾ 5 രൂപ. ഏത്തയ്ക്കാൻ വരെ 5 രൂപയാണ്. ഈ 5 രൂപ കൊടുത്തു കഴിഞ്ഞാൽ പഹയ നിങ്ങൾക്ക് മൂലാവോ? അതൊന്നുമില്ല, നമ്മൾ തന്നെ സ്വന്തമായിട്ട് ചെയ്യുന്നത്. നമ്മൾ തന്നെ സ്വന്തമായിട്ട് ചെയ്യുന്ന. എത്ര വർഷമായി കട തുടങ്ങിയിട്ട് ചേട്ടൻ? എനിക്ക് 2000 പോലും കടയുള്ള 2000 മുതൽ കടയുണ്ട്. അന്ന് എത്ര രൂപയായിരുന്നു? അന്ന് ഞാൻ വിൽക്കുമ്പോൾ ഒരു ദോശയ്ക്ക് അന്ന് 1 രൂപ. ദോശക്കട ഉണ്ടായിരുന്നോ? ഒരു ദോശയ്ക്ക് 1 രൂപയ്ക്കായിരുന്നു കൊടുക്കുന്നത്. അന്ന് 2000 വിറ്റത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ പിന്നെ 26-നാണ് തുടങ്ങുന്നത്. ഇത് 1 രൂപ കടിയും 5 രൂപ കടിയും. അപ്പൊ അത്രയും ഗ്യാപ്പിൽ വേറെ വല്ലയിടത്തും ഇല്ല, വേറെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ തന്നെ കച്ചവടം തന്നെ. നമ്മുടെ തന്നെയാണോ ഈ ബേക്കറി? അതെ. അപ്പൊ ഈ ബേക്കറിയിലോട്ട് മാറി കഴിഞ്ഞപ്പോ 1 രൂപയ്ക്ക് ഒരു കടി കൊടുക്കാന്ന് കരുതി. അപ്പൊ എല്ലാ രീതിയിലുള്ള പൊരിസാധനങ്ങളും ഉണ്ട്. ഈ സുഖിയന് 5 രൂപയാണ്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമോ? വലിയ സുഖിയനാണ് ചേട്ടാ 5 രൂപയ്ക്ക് കൊടുക്കുന്നത്. ഇതെന്തിന്റെ മാവാണ്? ബോണ്ട. ബോണ്ടയ്ക്ക് 5 രൂപ. എല്ലാം 5 രൂപ. ഈ കടയുടെ ലൊക്കേഷൻ വരുന്നത് എങ്ങനെയാണ് കറക്റ്റ്? ഗോമേന്ത പൂരുക്കര സ്കൂളിന്റെ വടക്കുവശം. അതായത് ചമ്പക്കുളമാണോ? ചമ്പക്കുളം ഒരു പള്ളിയുണ്ട് തൊട്ടടുത്തായിട്ടല്ലേ? ഗോമേന്തപ്പള്ളി. ഞാൻ ചോദിക്കട്ടെ, ഗ്യാസിന്റെ ഒക്കെ വില നമുക്കറിയാമല്ലോ. എല്ലാ ചായക്കടക്കാരും ഇപ്പം 12 രൂപ ആക്കിയിട്ടുണ്ട് കടിക്ക്. ഗ്യാസിന് ഇപ്പൊ ഒരാഴ്ചയില്ലേ വില കൂടിയിട്ട്. അപ്പൊ ചേട്ടൻ ഈ 12 രൂപയ്ക്ക് കടി കൊടുക്കുമ്പോൾ ഇവിടെ കൊടുക്കുന്ന 5 രൂപയ്ക്ക് ഞാൻ തന്നെ ഉണ്ടാക്കുന്നു, ഞാൻ തന്നെ കൊടുക്കുന്നു. അധിക ലാഭം നമ്മൾ എടുക്കുന്നില്ല. നമ്മുടെ നാട്ടിലുള്ളവരുടെ കച്ചവടമാണ് നമുക്ക്. അതെ. അപ്പൊ ഈ ഒരു മനുഷ്യനെ നമ്മൾ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. കാരണം ഗ്യാസിനൊക്കെ വില കൂടുന്ന ഈ ഒരു സാഹചര്യത്തിലും നാട്ടിലുള്ളവർക്ക് അധിക വില എടുക്കാതെ ഒരു കടി 1 രൂപയ്ക്ക് കൊടുക്കുകയാണ്. 5 രൂപയ്ക്ക് ഒരു പരിപ്പുവട കഴിക്കാം, ഉള്ളിവട കഴിക്കാം, ഉഴുന്നുവട കഴിക്കാം. നമ്മുടെ വേതനം കിട്ടിയാൽ മതി. നമുക്ക് വേതനം കിട്ടിയാൽ മതി. ഗ്യാസിന്റെ പ്രശ്നം ചേട്ടനെ ബാധിച്ചിട്ടുണ്ടോ? ഇല്ല, ഗ്യാസിന്റെ ഈയിടെയല്ലേ തുടങ്ങിയത്. അപ്പം വലിയ ബാധിച്ചില്ല. കുഴപ്പമില്ല. എന്നാലും ഗ്യാസ് ഇതുമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ചേട്ടന് മുതലാവോ? കുഴപ്പമില്ല. അത്യാവശ്യം വാടക കൊടുക്കണ്ട, നമ്മൾ മാത്രമായിട്ട് ചെയ്യുന്നു. അപ്പൊ അതൊരു സന്തോഷം നമുക്കല്ലേ. അപ്പൊ ഞാനിങ്ങനെ കുട്ടനാട്ടിലൂടെ കറങ്ങുമായിരുന്നു. അപ്പോഴാണ് ഈ ബോർഡ് ശ്രദ്ധയിൽപ്പെട്ടത്. രേഷ്മ ബേക്കറിയുടെ ബോർഡ്. ഇതേ കണ്ടില്ലേ? ഒരു ബജ്ജി 1 രൂപ. 1 രൂപയുടെ വട. ഞാൻ പ്ലേറ്റിലേക്ക് കുറച്ച് സാധനങ്ങൾ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളേ. പരിപ്പുവട ഇരിപ്പുണ്ട് 5 രൂപ, ഉഴുന്നുവട 5 രൂപ, മുട്ട ബജ്ജി 5 രൂപ, ഉള്ളിവട 5 രൂപ. ചിലടത്ത് ഇതിന് ബോണ്ടാന്ന് പറയും. മുളകിന് 5 രൂപ, ഇതിന് 1 രൂപ. മുളക് വട, സുഹിയൻ, മോദകം 5 രൂപ. അപ്പോൾ 5 രൂപയ്ക്ക് 1 രൂപയ്ക്കൊക്കെ സാധനം കിട്ടുന്നൊരു കട ഇവിടെ ഉണ്ട്. സ്ഥലം നിങ്ങൾ മറന്നുകൊണ്ടാ, ചമ്പക്കുളമാണ്. ഇത് പോരൂർക്കര സ്കൂളിനോട് തൊട്ടടുത്ത് ഇവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ട്. അതിനോട് തൊട്ടടുത്തുള്ള രേഷ്മ ബേക്കറി. സന്തോഷത്തോടു കൂടി നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുകയാണ് കേട്ടോ.